എന്താ ഒരു ഐഡിയ ഇല്ലേ? ഇതിക്ക് വേറെ എന്താ ഐഡിയ ഇല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ മലയാളം എക്സ്പെരിമെൻറ്റിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ശാസ്ത്രീയപരമായിട്ട് തീ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് സയൻസ് പരമായിട്ട് തീ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് കിടക്കാം. പോലെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ പോകാല്ലേ കിട്ടോ. അപ്പോൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് തീ ഉണ്ടാക്കുന്നതിൽ ആദ്യം തന്നെ ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ പഞ്ചസാര. സാധാരണ നമ്മുടെ പഞ്ചസാര. അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതായത് ഈ ഒരു സാധനം പൊട്ടാസ്യം പെർമാംഗനേറ്റ് സാധാരണ കെമിക്കൽ കടകളിലും അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പം ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം കിണർവെള്ളമൊക്കെ ശുദ്ധീകരിക്കാൻ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം 25 രൂപയും കണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ശാസ്ത്രീയമായിട്ട് തീ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പലക പീസും അതിലൊരു ഓട്ടയും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് സാധാരണ ഒരു കമ്പിൻ്റെ കഷ്ണം. അപ്പോൾ അടുത്തായിട്ട് ആവശ്യമുള്ള സാധനമാണ് നമുക്ക് സാധാരണ ഒരു പാത്രം. ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റും നമ്മുടെ പഞ്ചസാരയും മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കുറച്ചെടുത്ത് നമ്മുടെ ഈ ഒരു ബീക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇടാം. ഏകദേശം മതി. ഇനി ഇത് രണ്ടും തമ്മിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കുക. പരമാവധി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ്. അപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ എടുത്ത കോലുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആവണം. അപ്പോൾ നമുക്കിനി ഈ രണ്ട് സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് തീ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സയൻസ് രീതിയിലാണ് തീ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ചെറുതായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇതുപോലത്തെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പലക പീസിൽ നമ്മൾ ചെറുതായിട്ടൊരു ഓട്ടം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതെടുത്തിട്ട് ഇതിലേക്ക് ഇടാം. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സനുവിനെ വിളിക്കാം. സനുവാണ് ഇത് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്നും എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ ഉരച്ച് തീ ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടില്ലേ, അതുപോലെ നമുക്കിത് ഉരച്ച് തീ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ ശാസ്ത്രീയമായി തീ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് കാണാൻ പറ്റും. നോക്ക്, നല്ല രീതിയിലുള്ളൊരു ഫയർ ആട്ടോ ഇതിന് വരുന്നത്. നോക്ക്, നല്ല രീതിയിലുള്ളൊരു ഫയർ ആയി വരുന്നത്. നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫയർ തന്നെയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് അങ്ങനെ തീ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഗൈസ് കൈയൊക്കെ പൊള്ളും. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് വല്ല ക്യാമ്പിലോ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളിലൊക്കെ ഇതേപോലത്തെ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ തീ ഉണ്ടാക്കി എടുക്കാം. അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത രീതിയിൽ തീ ഉണ്ടാക്കാൻ പോവാല്ലേ. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റിലോട്ട് പോവാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 2. അപ്പം എക്സ്പെരിമെൻറ്റ് നമ്പർ 1 നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 2ലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ എടുത്ത ഒരു പലക പീസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചാണ് ഉപയോഗിക്കുന്നത് ഈ എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിലിടാം. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഇതിൽ നല്ല നിരത്തിയിട്ടിട്ടുണ്ട്. ഇനിയാണ് കളി. നമ്മുടെ ഗ്ലിസറിൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ല നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലിസറിൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിന് റിയാക്ഷൻ വരുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ചെറുതായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു തിള വരുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ ഇപ്പം തീ ഉണ്ടാവുന്ന ഒരു വിചാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം തന്നെ ഉണ്ടാവുമായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാം നല്ല രീതിയിലുള്ളൊരു ഇഫക്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ പ്രതീക്ഷനെക്കാട്ടും അപ്പുറത്തൊരു ഇഫക്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഈ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് നിൽക്കി കൊടുക്കാം. നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അടിപൊളിയായിട്ടാണ് കണ്ടോ. എൻ്റെ മോനെ നല്ല രീതിയിലുള്ള തീയായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചുള്ള നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 2 എക്സ്പെരിമെൻറ്റിലും നമ്മൾ തീ എത്തിക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാതെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ മിൽക്കാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. പിന്നെ നമ്മുടെ പതിവ് സാധനമായ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നമ്മുടെ സാധാരണ വെള്ളത്തിലോട്ട് ഇട്ട് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു റോസ് കളറായി മാറിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ വെള്ളത്തിൻ്റെ കളറിൽ നിന്ന് റോസ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിൽ കാണാനില്ല. അപ്പോൾ നമുക്ക് ഇനി വെള്ളം മാറ്റി വെച്ചിട്ട് നേരെ നമ്മുടെ പാലിലേക്ക് നോക്കാം. പാലിൽ നമുക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടാം. ഇതിടുമ്പോൾ എന്താണ് റിയാക്ഷൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം കുറച്ച് നീക്കി വെക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്തിലിടാൻ പോവുക, നമ്മുടെ മിൽക്കിലിടാൻ പോവുക. എന്താണ് റിയാക്ഷൻ നമുക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് നോക്കാം, എന്താ സംഭവിക്കുന്നത് അറിയില്ല. അപ്പം നമുക്ക് ഇടാനേ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവിക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. വലിയൊരു റിയാക്ഷൻ ഒന്നും വരില്ല. അപ്പം കുറച്ചും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല, പക്ഷേ താഴെ അത്യാവശ്യം നല്ല കളർ മാറി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓ ഗായ്സ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിള തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി അത്യാവശ്യം ഒരു നല്ല കലരുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലൊരു മാറ്റം തന്നെ ഇതിൽ പ്രകടമാവുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലൊരു റിയാക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കോൽ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം.
കാശ് നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. രണ്ടാമത്തെ അറ്റംപ്റ്റ് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതിൽ നമ്മൾ മിൽക്കിലേക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുകയാണ് ചെയ്തത്. ഇത് നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ആദ്യം ഇതിനുള്ളിൽ ഇട്ട് വെക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മിൽക്ക് ഒഴിക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് പാടൂല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകണ്ടോ, നേരത്തെ നിന്ന് വിപരീത എന്തെങ്കിലും സംഭവിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ പകുതി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പോലെ തന്നെ നിങ്ങൾ റിയാക്ഷൻ വരുന്നുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ബക്കറ്റ് എടുത്ത് വന്നു. ജയിച്ചില്ല. അപ്പം നമ്മൾ പാളി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്കറിയണ്ടേ. ഒന്ന് ഒഴിച്ചു നോക്കട്ടെ ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ മാറി നല്ല കരിക്കട്ടേൻ്റെ കളറാണ്. നല്ല കരിയോയിൽ ഒഴിച്ച മാതിരി കണ്ടില്ലേ. ഇതിനുള്ളിൽ എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്ക്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിൽക്കുമായിട്ട് ചേരുമ്പോൾ തികച്ചും അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയാണ്. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു പണിയായി. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്ത സാധനമാണ് ഇത്. ഇത് നോക്കി നോക്കി ഇതിൻ്റെ അവസ്ഥ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. കാരണം ഇതേപോലത്തെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ചാനലിടുന്നത്. ഇങ്ങനെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് കിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റ് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു, കുറേ വിജയിച്ചു, കുറേ പാളിപ്പോയി. അപ്പോൾ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ചാനലിടുന്നത്. അപ്പം ഇനി എല്ലാവരും വീഡിയോ കിട്ടാൻ കാണുക. അപ്പം ഇനി അടുത്ത വീഡിയോ വരെ ബൈ. പോരെ, അത് നോക്കണ്ട. അത് പൊള്ളിച്ചു.